Hey guys, my name is Inder My name is Shweta. and welcome to our Channel. It's time for next scene from movie Kalam Kawal. Let's watch it. Next target. I think so. Arey re. രജേഷേട്ടൻ എങ്ങനെ മനസ്സിലായി എനിക്കിന്ന് ഇവിടെയാണ് ഡ്യൂട്ടി എന്ന്? അത് കുറെ കഷ്ടപ്പെട്ട്. എങ്ങനെയെന്ന് പറ. അതൊക്കെ പറയാം, നീ നമ്പര് തരി. അത്ര മിടുക്കനാണെങ്കിൽ നാളെ ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ട് വാ. അപ്പൊ നമ്പർ തരാം. നാളെ പറ്റൂല, നാളെ ഡ്യൂട്ടി ഉണ്ട്. നീ ബുധനാഴ്ച മാത്രമേ ഫ്രീ ഉള്ളൂ. എന്നാ അന്നേരം വാ, അപ്പൊ നമ്പർ തരാം. അത് പറ്റൂല, പിന്നെ ഞാനെങ്ങനെ വിളിക്കും? ഇത്രയും നാൾ ക്ഷമിച്ചില്ലേ? ഓൾറെഡി ഹെൽപ്പല്ല വർക്കുകൊണ്ടുണ്ട്. വലുതായിട്ട് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഹെൽപ്പുള്ളാവും വിചാരിച്ചായിരുന്നു. അതുകൊണ്ട് அதெல்லாம் முதன் சார் ஸ்பெஷலாக சொல்லியிருக்காரு. நம்ம சைடு வந்து ஆல்ரெடி ஒருத்தர் அசைன் பண்ணிட்டேன். ஸ்பெஷலாக எஸ்ஐயா டெபுடேஷனில் போயிருந்தாரு. டெபுடேஷன் முடிஞ்சு இப்போ வந்துட்டாரு. அவர் கேஸ் டீட்டெயில் கேட்டப்போ நானே ஜாயின் பண்ணிக்கிறேன்னு சொல்லியிருக்காரு. Okay. அவர் சொந்த ஊர் கூட ஆர்காடி தான். அது உங்களுக்கு ஹெல்ப்ஃபுல்லாக இருக்கும்னு நினைக்கிறேன் சார். இவ்வளோதான் இருக்கு. வாங்க. അവരൊക്കെ സാർ സാർ Don't tell me. Oh my god! Crazy. ജയകൃഷ്ണൻ, സ്റ്റാൻലി, സ്റ്റാൻലി ദാസ്. Stanley! अभी तक तो नाम भी नहीं पता हमको. भाई क्या है? मलयालम मूवी खत्म. भाई मत हो यार. बाप रे बाप. अरे यार कैसे रे यार, क्या पिक्चर बनाते हैं लोग कसम से. நீங்க பால் கப்பான்னு சொன்னப்போ நான் இது பசுமாட்டு பால் நினைச்சேன். ഇതല്ലേ, ഇത് തേങ്ങാപ്പാൽ. ये எனக்கு தெரிஞ்சது. அது நல்லா இருந்துச்சு. बाबा. പക്കത്തിൽ is it a double roll or something? ना सिगरेट पीने का तरीका सेम था, रिंग निकली थी. हाँ. மோர் குழம்பு. कपड़े का स्टाइल भी सेम था. மாலை ऐसी. சேர்த்து ரைட் இருக்கு. ரொம்ப நல்லா இருக்கும். நாளைக்கு அதை ட்ரை பண்ணலாமா? நீங்க சொல்றது கேட்கும் போதே என் வாயில எச்சி வருது. இதெல்லாம் சொல்லி நான் அவருக்கு ஆசையை தூண்டி விட்டுட்டு நான் எங்கேயாவது எஸ்கேப் பண்ண நீ என்ன பண்ணுவேன்? எனக்கு அந்த வாயில இல்ல. ஏன்? நான் எல்லாமே உங்களால வாழ முடியாதுன்னு எனக்கு தெரியும். अरे बाबा. Don't. क्या be- फंस- अरे रे 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 रे. फाइल देख खाली. Resolution thought of this. Just do a disappearance. ഞാൻ ശ്രദ്ധിക്കായിരുന്നു. ഷാരൂഖ് സാർ നല്ല പച്ചവെള്ളം പോയി മലയാളം പറയുന്നുണ്ടല്ലോ. അത് എന്റെ വീട് ആരാണ് സാറ്? അതെവിടെ? സാർ അമ്പൂരി അറിയില്ലേ? ആ, അമ്പൂരി അറിയാം. അമ്പൂരില് കുറെ ഏരിയ തമിഴ്നാട് കേരള ബോർഡറാണ്. ഓ, അമ്പൂരി ഏരിയയിലെ മെയിൻ ജംഗ്ഷനാണ് ഈ ആഗ്രാണ്. ആഗ്രാണ് തമിഴ്നാട്ടിലാണെങ്കിലും ഒരുപാട് മലയാളികളുണ്ട് സാറേ.
എന്തായാലും നന്നായി. ഈ അമ്പൂർ എന്ന് പറയുന്നത് കോട്ടയത്ത് നിന്ന് സെറ്റിൽ ആക്കുന്ന ആൾക്കാരല്ലേ കൂടുതൽ. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഓക്കെ. ചോദിക്കുന്നത് സാറിനൊന്നും തോന്നല്ലേ? എന്തോ ചോദിക്കും. സാറിന് എന്തിനാ എല്ലാവരും നത്തത്തെന്ന് വിളിക്കുന്നത്? സാർ ഞാൻ പറയണ്ട, എനിക്കങ്ങനെ അറിയാം. നീനോട് പറഞ്ഞു എന്താ അറിയാവുന്ന? മൂന്ന് സാറാണ് സാറിനെ പേരിട്ട് തന്നു. മൂന്നാം സാറ് പേരിട്ടത് അറിയാം, പക്ഷെ എന്തിനാ ഇട്ടെന്ന് അറിയോ? ഓ പിന്നെ സാറേ, ഈ നത്തം എന്ന് പറഞ്ഞാലല്ലേ ഒരു സൈസ് മൂങ്ങയാണ്. ഈ പക്ഷികളെ കൂട്ടത്തിൽ വലിയ ബുദ്ധിയുള്ള ഐറ്റമാണ് ഇത്. ആളും മൂങ്ങയെ പോലെ പമ്പി ചെയ്താലും അവസാനം എങ്ങനെയെങ്കിലും ഞാൻ കഴിയുകയും ചെയ്യും, ആളിനെ പിടിക്കുകയും ചെയ്യും. കേൾക്കുമ്പോ നല്ല സുഖമുണ്ട്. എന്റെ കയ്യിൽ നിന്ന് എത്ര പേര് രക്ഷപ്പെട്ടിരിക്കുന്നു? പൗൽ, ശശി, ദേവദാസ്, സുകുമാർ. ഇപ്പൊ അങ്ങനെ സാറേ, പക്ഷെ കഥ വന്ന് തള്ളിയതാ. ശരിക്കുള്ള കേസ് എന്തായാലും സാറേ അത് പറഞ്ഞ ശരിയാവില്ല സാറേ. ആണോന്ന് ചോദിച്ചാൽ ആണ്, പക്ഷെ താൻ വിചാരിച്ചേ അല്ല. പിന്നെ ശരത് സാർ കുറെ നാളായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിലാവുന്നില്ലേ? ഓ, അവിടെ വലിയ പണിയൊന്നുമില്ല സാറേ. ചുമ്മാ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞ് കറങ്ങി അടിച്ച് നടക്കാൻ. പിന്നെ റീജോയിൻ ചെയ്യുന്ന സമയത്താണ് സാറിന്റെ കേസിനെ പറ്റി ഞാൻ അറിയാം. അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റ് കയറി, ഞാൻ തന്നെ മുരുകൻ സാറിനോട് കയറി അങ്ങോട്ട് ചോദിച്ചു. ഞാൻ ഇവിടെ ജോയിൻ ചെയ്തോടെ. സാറേ, ഈ കേസിന്റെ സ്വഭാവമൊക്കെ മനസ്സിലായില്ലേ? ഓ, മനസ്സിലായി സാർ. സാറേ, നിലവിലെ പോക്ക് കണ്ടിട്ട് സെക്സ് റാക്കറ്റായിട്ട് ബന്ധപ്പെടുത്തി പെണ്ണുങ്ങളെ കത്തിരിക്കാനാണ് സാധ്യത. ഓ, എനിക്ക് അത് തന്നെയാണ് സാറേ. പിന്നെ പക്ഷേ ഈ പോക്ക് കാണുമ്പോ എനിക്ക് തോന്നുന്നത് അത്രയൊക്കെ ആകുമെന്ന്. അത്രയൊക്കെ വരുമോ? വരും സാറേ, എനിക്ക് ഉറപ്പാണ്. സാറേ, കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള എല്ലാ പെണ്ണുങ്ങളും തമിഴ്നാട്ടിലെ ഓരോ സിറ്റിയിൽ വെച്ചാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നത്. തിരിച്ച് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് വന്നിട്ടുള്ള പെണ്ണുങ്ങളുണ്ട്. നമുക്കിപ്പോ കേരളത്തിലോട്ട് പോയിട്ട് ഈ പെണ്ണുങ്ങൾ മിസ്സായ സ്ഥലത്ത് ആ ടൈമിലെ ക്രൈം റെക്കോർഡ്സ് എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല. സാറേ, സാർ തമിഴ്നാട്ടിലും ചെയ്യണം. ഓ, എങ്ങനെയാ സാറേ ഇവിടുത്തെ ക്രൈം റെക്കോർഡ്സ് ഓക്കെ ആണോ? ഓ, പക്കയാണ്. ഓ, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. മറ്റേ താമസിയാതെ അഭിചാരം ഫോൺ ചെയ്യും പിടിക്കാൻ. സൈബർ സെല്ലും प्लेस देखना कितना मस्त है यार. ശരി സാർ. ഓ ശരി. अभी क्या करेगा ये? बीजीएम ऐसा है ना, फोन फेंक देगा ये. बहुत मुश्किल होगा इसको पकड़ना, ना। बहुत मुश्किल. തിരുവനന്തപുരത്ത് വെച്ച് ഷഹാനോട് ഫോൺ ഓഫായില്ല സാറേ. അതിന്റെ പിറ്റേ ദിവസം ബസ് സ്റ്റാൻഡിന്റെ വാഷ്റൂമിൽ ബന്ധം വെച്ച് സൂചിച്ചിട്ടുണ്ട്. ഫോട്ടോ ഒന്ന് മാച്ച് ചെയ്ത് നോക്കിയോ? ഇല്ല സാർ, ഇത് കണ്ടൽ എക്സൈറ്റിൽ ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഫോട്ടോ ഒന്ന് മാച്ച് ചെയ്ത് നോക്ക്. ചെയ്യാം സാർ. ശരി.
സാറേ ഈ ഫോട്ടോ ഐഡന്റിഫിക്കേഷൻ മാർക്ക് സ്റ്റാൻഡ് സാർ വിളിച്ചായിരുന്നു. ഞാൻ മരുന്ന് കിട്ടിയ ബോഡി ചിത്രയുടെ തന്നെയാണ്. ആണോ? കോസ് ഓഫ് ഡെത്ത് എന്താ പറയുന്നത്? സാർ പോയിസൺ ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ അൺഐഡന്റിഫൈഡ് കേസ് ആയതുകൊണ്ട് ഇവർ ഡീറ്റെയിൽഡ് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടൊന്നുമില്ല. സാരിയില്ല, ഞാൻ തോമസ് സാറിനെ കണ്ടിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇത്രയും കുഴപ്പമുള്ളതുകൊണ്ട് റീപോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പ്രയോജനമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ കണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ മോഡി രണ്ടും കണ്ടെത്തുമ്പോൾ പിങ്കിഷ് കളറായിരുന്നു. ഇനി ആമാശയം തുറന്നു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ദുർഗന്ധം ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഈ ബോഡിയുടെ അടുത്തുനിന്നും ഒരു കവർ കിട്ടി. ആ കവർ ഈ മരുന്ന് രണ്ടുപേരും കൺസ്യൂം ചെയ്തിരിക്കുന്ന ഒരു സൈനൈഡാണ്. പിന്നെ ഇമ്പോർട്ടന്റ് പോയിന്റ് ഉള്ളത് ഈ രണ്ട് കേസുകളിലും മരണത്തിന് മുൻപ് സെക്സ്വൽ ഇന്റർകോഴ്സ് നടന്നിട്ടുണ്ട്. ഓ, ഈ സസ്പെക്ടിന്റെ DNA സംഗ്രഹിക്കാൻ ഇല്ല സാർ, ഇല്ല. അൺഫോർച്ചുനേറ്റ്ലി 7 days അതിന് സാധ്യത ഉള്ളൂ. ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഇന്റർകോഴ്സിൽ എന്തെങ്കിലും മാർക്കുകൾ ബോഡിയിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. 2 ചെറിയ ബൈറ്റ് മാർക്കുകൾ ഉണ്ടായിരുന്നു, ലൈക്ക് ലവ് ബൈറ്റ്സ് പോലെ. അപ്പൊ അവരുടെ സമ്മതത്തോടു കൂടിയാണ് നടന്നിരിക്കുന്നത്. എന്നാലും സൈനൈഡ് എങ്ങനെ ബോഡി കയറി എന്നുള്ളതാണ്. ഇതാണെങ്കിൽ ഇവര് വാഷ്റൂമിൽ കയറിയതിനു ശേഷം സൈനൈഡ് കഴിച്ചിരിക്കുന്നു. അറിയാലോ, സൈനൈഡ് കഴിച്ചാൽ ഉടനെ മരണമല്ലേ. എന്നാലും എന്തിനാ കൊന്നു കളഞ്ഞാന്നുള്ളതാണ് മനസ്സിലാകാത്തത്. ഇതൊരു സൈക്കോപാത്ത് ചെയ്യുന്ന പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ये किसका फोटो बना रहा है? ये बंदी में बाकी सब रेड में है. अरे रे रे रे. അല്ലാതെ നോർമൽ ആയ ഒരാൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ അടുത്ത പ്ലാൻ? ഇതുപോലെ കുറച്ച് കേസുകൾ നമ്മുടെ കയ്യിലുണ്ട്, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കണം. ഹലോ ആനന്ദേ. സാറേ, ഇവിടെ പറയുന്ന ബോഡി അവിടെ തന്നെയാണ്. ഞാൻ മാച്ച് ചെയ്ത് നോക്കി. ബോഡി മാച്ച് ആയല്ലോ. ആണോ? ഇതുവരെ എത്ര ബോഡിയായി സാർ? ഇന്നലെ വരെ 11. സെയിം പാറ്റേൺ ആണ്. ഇനി ചോദിച്ചാൽ 1-2 മിസ്സിംഗ് ഉണ്ട്, പക്ഷെ മോസ്റ്റ്ലി എല്ലാം ഒരേ രീതിയാണ് സാർ. സെക്കൻഡ് സാർ പറഞ്ഞത് ഒരു കാരണവശാലും ന്യൂസ് പുറത്തു പോകില്ലെന്നാണ്. അത് തന്നെയാണ് സാർ നല്ലത്, അല്ലാതെ നമുക്ക് അവനെ പിടിക്കാൻ പറ്റും. എന്നാലും ഇതുപോലൊരു ക്രിമിനല് ഇവിടെ വന്ന് എങ്ങനെ ആക്ട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സാർ, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഇല്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് സാർ, ഫോറൻസിക്കിന് ഒരു ഡീറ്റെയിൽ എക്സാമിനേഷൻ ആണ്, അവിടെ വരെ ഒന്ന് പോയി ചെക്ക് ചെയ്യണം. ഓക്കെ. ഇത് മാത്രം പെക്യുലർ ആയിട്ട് തോന്നി. ഇത് സാധാരണ പെൺകുട്ടികൾ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള സേഫ്റ്റി പിൻ അല്ല. പിന്നെ ഞാൻ തപ്പി നോക്കിയപ്പോ ഇത് നെയിം പ്ലേറ്റ് അറ്റാച്ച് ചെയ്യുന്ന പിന്നാണ്, മോസ്റ്റ്ലി അസോസിയേറ്റ് വിത്ത് യൂണിഫോംസ്. ബാക്കി നൂലും നെയിം പ്ലേറ്റ്. ഇതൊക്കെയോ? ഈ കവറിലിട്ടാണ് സൈനൈഡ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. എല്ലാം ബോഡീസിൽ നിന്ന് കിട്ടിയതാണ്. ഫിംഗർ പ്രിന്റ് റിട്രീവ് ചെയ്യാനായിട്ട് കളക്ട് ചെയ്തതാണ്, പക്ഷെ മാപ്പ് ചെയ്യാൻ ഭാഗത്തിന് ഒന്നും കിട്ടിയിട്ടില്ല. ഇതോ ഒരു ബോഡിയിൽ നിന്ന് കിട്ടിയതാ. ഇതിലും സൈനൈഡ് ട്രേസസ് ഉണ്ടായിരുന്നു. എപ്പോഴോ കവറിലിട്ടാ വന്നപ്പോ പേപ്പർ കുത്തിഞ്ഞു കൊടുത്താണ്. ബുക്ക് പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനൊരു പേപ്പർ വലിച്ച് ഇതിലെടുത്തിരിക്കും. അയ്യോ സാറേ, നമ്മള് പോലീസിനെ വിളിക്കാറുണ്ടല്ലോ. ഇത് भाई यार, एक तो सबसे बड़ा धक्का लगा कि ही इज आल्सो पुलिस ऑफिसर. तब तक पता ही नहीं था अपने को. अरे उसका नाम भी अभी जाके पता चला स्टैनली है. दास. मुझे नाम भी आई रियली डोंट थिंक कि नाम पहले भी लिया गया एक है. लिए थे, लेकिन दूसरे नाम लिए थे.
अरे बाबा, भाई अभी ये कैसे है, लेकिन ये इसने फिगर आउट कर लिया है, कोई तो खाकी अंदर ही है पुलिस बंदा। वाला है, पेपर, तो प्रूफ तो मिल गए, लेकिन ऑफ कोर्स जो बंदा साथ में इन्वेस्टिगेट कर रहा है वही है. इट इज गोना बी वेरी Very डिफिकल्ट टू गेट. difficult for him to catch. बट यार मोमोका सर's एक्सप्रेशन इज क्रेजी. I'm like fallen for him यार, the way he has his own. अरे मैं भी पढ़ जाऊँ भाई ऐसे टेक्निक से. Seriously, the way like you know we always like we were thinking कि लड़कियाँ इतना जल्दी अरे पढ़ जाएगी यार. The way he is like बोलते ना हर एक को ऐसा बोतल में तो ना जबरदस्त है. Ah. Okay, let's see. I'm excited for more. Let's see for more scenes, guys. Meanwhile, take care. Bye bye.